നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിത്തിലി ആസനം. തിത്തിലി ആസനം എന്നാൽ ബട്ടർഫ്ലൈ പോസ്. നമ്മളുടെ ശരീരത്തിൻ്റെ ഇടുപ്പും രണ്ട് കാലുകളും ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ പോലെ ഫ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അടിക്കുന്നതിനെയാണ് തിത്തിലി ആസന എന്ന് നമ്മൾ പറയുന്നത്. ഈ ആസനം ഏറ്റവും ഗുണപ്രദമാകുന്നത് സ്ത്രീകൾക്കാണ്. അവർക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രസവ സമയത്ത് പ്രസവ രക്ഷയ്ക്ക് എന്ന രീതിയിലെല്ലാം നമുക്ക് ഈ ആസനം ചെയ്യാവുന്നതാണ്. ഇത് പെൽവിക് സ്ട്രെങ്തനിങ് ആസനങ്ങളിൽ ഒരു ആസനം കൂടിയാണ് തിത്തിലി ആസനം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാലുകൾ നീട്ടി വെച്ചിരിക്കുക. ഓരോ കാലുകൾ നീട്ടി വയ്ക്കുക. നീട്ടി വെച്ചതിന് ശേഷം നമ്മൾ കാലുകൾ നീട്ടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കാലുകൾ ചേർത്ത് വയ്ക്കാൻ പറയും. പക്ഷേ നമ്മളെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് എല്ലാവർക്കും ചേർത്ത് വയ്ക്കുമ്പോൾ ബാലൻസ് കിട്ടണം എന്നില്ല. കാലുകൾ വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടുപ്പും ഈ പാദവും ഒരൊറ്റ ലൈനായിരിക്കണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചിലവർക്ക് ഗ്യാപ്പ് വരും, ചിലവർക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളുടെ ഹിപ്പിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ, 2 ലൈൻ വരച്ചാൽ ഒരൊറ്റ ലൈനായിട്ട് ഈ പാദം ഇരിക്കണം. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുക. ശേഷം ആദ്യം വലത്തേക്കാല് മടക്കി ഇടത്തെ മുട്ടിന് സമമായിട്ട് പാദം വയ്ക്കുക. ഇതിന് ശേഷം ഈ ലെവലിൽ തന്നെ അടുത്ത കാല് മടക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ ശരീരഘടനയ്ക്കനുസരിച്ചൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും, ഒരു റോംബസ് ഷേപ്പ് നമുക്ക് കിട്ടും. ഈ ഒരു അവസ്ഥയിൽ ഇരുന്നതിന് ശേഷം ഒന്ന് ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത്, ഈ പൊസിഷൻ മാറ്റരുത്, ഹിപ്പ് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൈകൾ നിങ്ങളുടെ പാദത്തിൻ്റെ ഫ്രണ്ടിൽ കോർത്ത് പിടിക്കണം. ചിലവർ നിങ്ങളുടെ കണങ്കാലിൽ പിടിക്കും. കണങ്കാലിൽ പിടിച്ചു കഴിഞ്ഞാൽ 2 കാലും അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 കാലും ഒരുമിച്ച് പിടിക്കാനായിട്ട് പാദം 2 ചേർത്ത് വെച്ച് പിടിക്കുക. നിവർന്ന് ഇരിക്കുക. ഈ ഒരു പൊസിഷൻ ഇരുന്നതിന് ശേഷം വളരെ സാവധാനത്തിൽ 2 കാൽമുട്ടുകളും ശക്തമായിട്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉയർത്തുകയും താക്കുകയും ചെയ്യണം. ഇതിപ്പോൾ ഞാൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവരുടെ കാലിൻ്റെ മുട്ട് എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും. അവർക്ക് മുട്ട് താക്കാൻ പ്രയാസമായിരിക്കും. അപ്പോഴും ഇതേ കാര്യം തന്നെയാണ്. കോർത്ത് പിടിക്കുക, താക്കുക. മുഴുവൻ തറയെ തൊടണം എന്നില്ല. എത്ര താക്കാൻ പറ്റുമോ അത്രയും താഴ്ത്തി മുകളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പിന്നെ പതിയെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം നിലത്ത് തൊടാൻ പറ്റും. ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കണം. നിവർന്നിരിക്കുക, വളയാൻ പാടില്ല, നിവർന്നിരിക്കുക. കണ്ണുകളടച്ച് വളരെ സ്പീഡിൽ 2 സൈഡും നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുക. ശേഷം കാലിൻ്റെ മുട്ടുകൾ താഴ്ത്തി വെച്ച് കൈ റിലീസ് ചെയ്ത് 2 മുട്ടുകളും ചേർത്ത് വെച്ച് അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്യുക. ഹിപ്പ് മസിൽസ് റിലാക്സ്. ഉടനെ തന്നെ കാലിൻ്റെ പാദം നീട്ടി വയ്ക്കരുത്. ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വളരെ സാവധാനത്തിൽ ഓരോ കാലുകൾ വീതം നീട്ടി വെച്ച് കൈ 2ഉം ബാക്കിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്തതിന് ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് തിത്തിലി ആസനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. നമ്മളുടെ ഹിപ്പ് റീജിയൻ, പെൽവിക് റീജിയൻ, ഹിപ്പ് വേറെയാണ്, പെൽവിക് വേറെയാണ്. അപ്പോൾ പെൽവിക് എന്ന് പറയുമ്പോൾ ഈ ഇടുപ്പിൻ്റെ ഉൾഭാഗം, ഹിപ്പിൻ്റെ സൈഡിലുള്ള മസിൽസും പെൽവിക്കിൻ്റെ മസിൽസിനും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ആസനം. റെഗുലറായിട്ട് എല്ലാവരും ചെയ്യണം. നന്ദി, നമസ്കാരം.